ഹലോ, ഇന്നത്തെ വീഡിയോ ഒരു പർച്ചേസിങ് വീഡിയോ ഹസ്ബൻഡ് നാട്ടിൽ നിന്നപ്പോൾ ഉള്ളതാണ്. അപ്പോൾ എടുത്തു വെച്ചതായിരുന്നു. പിന്നീട് അപ്പോൾ എനിക്കിടാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഇടുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടെ മണാലി ട്രിപ്പ് പോകുന്നതിന് മുന്നേ പോയി ഡ്രസ്സ് വാങ്ങിക്കാനായിട്ട് പോയതായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിപ്പോൾ ഈ ഡ്രസ്സ് അവർ ഒന്നിന് 325 പറഞ്ഞതാണ്. അപ്പോൾ ഞങ്ങൾ ഒരു ബോക്സിൽ 6 വരെ 6 പീസ് എടുത്തു കഴിഞ്ഞാൽ ഒന്നിന് 100 രൂപ വെച്ച് കുറച്ചിട്ട് 225 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ കറങ്ങി ഞങ്ങളൊരു 10-10:30 ആയപ്പോൾ അവിടെ എത്തി. പിന്നെ ഈ ഡ്രസ്സൊക്കെ നോക്കി എനിക്കൊരു ടോപ്പ് എടുത്തു. അങ്ങനെയെല്ലാം കറങ്ങി തിരിഞ്ഞ് 2-3 കടകളിലൊക്കെ നോക്കി കേട്ടോ പിള്ളേർക്കുള്ള ഡ്രസ്സ്. പിന്നെ മോൾക്ക് വേറൊരു ഡ്രസ്സ് എടുത്തു. അങ്ങനെ ഞങ്ങൾ കാഷ്വൽ ഡ്രസ്സാണ് എടുത്തത്. സാധാരണ ഇവിടെ പോകുമ്പോഴും ഈ വലിയ ലോഹയൊക്കെ ഇട്ട് പോകുന്നതുകൊണ്ട് ഇപ്രാവശ്യം സിമ്പിളായിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇതെടുത്തത്. പക്ഷേ ഇത് ഏറ്റവും വലിയ പണിയായിരുന്നു കേട്ടോ ഈ ഡ്രസ്സ്. ഫുള്ള് തണുപ്പല്ലേ അവിടെ. അങ്ങനെ ഞങ്ങൾക്ക് ചെറിയ ബുദ്ധിമുട്ട് ഈ ഡ്രസ്സ് കാരണം ഉണ്ടായി. എന്നാലും കുഴപ്പമില്ല. അങ്ങനെ ഉച്ച കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഫുഡ് കഴിക്കാനായിട്ട് പോയി. തൊട്ടടുത്ത് തന്നെ ഒരു കടയുണ്ട്, അവിടെ ആയിരുന്നു കേട്ടോ പോയത്. അപ്പം ഈ ഫുഡ് കഴിക്കാൻ പോകുമ്പം ചേട്ടന് മാക്സിമം കൂടുതലും ഈ തട്ടുകട പോലെയില്ലേ കുഞ്ഞു കടകൾ, അവിടെ കയറി ഫുഡ് കഴിക്കാനാണ് ഇഷ്ടം കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ വലിയ കടയിൽ കയറാനായിട്ട് നിൽക്കും. കഴിഞ്ഞ വർഷം അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നീട് എനിക്ക് മനസ്സിലായി നമുക്ക് എന്തെന്നാണ് സാധാരണ കടയിൽ കയറി കഴിഞ്ഞാൽ മറ്റു വലിയ കടയിൽ നല്ല ഫുഡല്ലെന്നല്ല, എന്നാലും നമുക്ക് സാധാരണ കടയിൽ പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫുഡ് കഴിക്കാനും പറ്റും. നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബില്ലായിരിക്കും കിട്ടുന്നത്. അതാണ് വലിയൊരിത്. അപ്പോൾ ഈ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ ഈ കടയിൽ മാത്രമാണ് കേട്ടോ വലിയ കടയിലായിട്ട് കയറിയത്. പിന്നെ എല്ലാം നമ്മൾ നോക്കി സാധാരണ നമ്മുടെ പണ്ടത്തെ നാടൻ കടകളിലാണ് കൂടുതലും ഫുഡ് കഴിക്കാനായിട്ട് പോയത്. അത് ഞങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചാണ് കേട്ടോ ചെയ്തത്. അപ്പം ഞാനും പുള്ളിക്കാരൻ്റെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ കടയിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് വലിയ കടയിൽ പോകണ്ടേ എന്നെ ചോദിക്കാറുണ്ട്, കളിയാക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഫുഡൊക്കെ വന്ന് ഞാൻ ബിരിയാണിയും ചേട്ടൻ ചോറുമാണ് കേട്ടോ, സദ്യയാണ് വാങ്ങിച്ചത്. അപ്പം ബിരിയാണി നോക്കുമ്പോൾ ബിരിയാണി കൊള്ളത്തില്ലായിരുന്നു. ഞാൻ ബിരിയാണി കൊള്ളത്തില്ലാത്തത് കൊണ്ട് ചേട്ടൻ്റെ അടുത്ത് കുറച്ച് ചോറ് തരുമോ എന്ന് ചോദിച്ചു. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് പിന്നെ പകുതി ചോറ് തന്നിട്ട് അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്നു. അതാണ് ഞാൻ അപ്പുറത്തെ സൈഡിൽ പോയിരുന്ന ചോറ് കഴിച്ചു. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബെല്ല് കാണുമ്പോൾ നമ്മൾ ഞെട്ടുമെന്ന്, അങ്ങനെ ഞെട്ടിപ്പോട്ടാ. ഒരു ഊണിനും പിന്നെ നമ്മുടെ ബിരിയാണിക്കും കൂടെ 360. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ ചേട്ടനൊരു രീതി ഉണ്ട് കേട്ടോ, ഫുഡ് കഴിച്ചൊരു 5 മിനിറ്റ് കഴിഞ്ഞ് വെള്ളം കുടിക്കണം. അപ്പോൾ നമ്മൾ വെള്ളം കുടിച്ചില്ലായിരുന്നു പുള്ളിക്കാരൻ. അതുകൊണ്ട് നമ്മൾ വരുന്ന വഴിക്ക് ഒരു കരിക്കൊക്കെ കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ പുറത്തുനിന്നല്ലേ കഴിച്ചു, അതുകൊണ്ട് പിള്ളേർക്ക് വേണ്ടിയിട്ട് തണ്ണിമത്തങ്ങ വാങ്ങിച്ചു. അങ്ങനെ അപ്പോൾ ചേട്ടനാണെങ്കിൽ ചെറുതെടുക്കാൻ നിന്നിട്ട് അപ്പം ഞാൻ പറഞ്ഞില്ല വേണ്ട, അല്പം കൂടെ വലുതെടുക്കാമെന്ന്. അപ്പോൾ ചേട്ടൻ ചോദിച്ചു ഇത്രയും വലുത് നിങ്ങൾ കഴിക്കുമെന്ന്. അപ്പോൾ ചേട്ടന് ഞങ്ങളെ അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് ഞങ്ങൾ വലുതൊക്കെ കഴിക്കും കേട്ടോ. അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്ന് പിള്ളേർക്ക് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവർക്ക് വാങ്ങിച്ച ഡ്രസ്സൊക്കെ അവർ നോക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചേട്ടൻ കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. ഇത് ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. അപ്പം ഞങ്ങളിങ്ങനെ എടുത്ത ഡ്രസ്സെല്ലാം അങ്ങനെ പിള്ളേർ വെച്ചൊക്കെ നോക്കുന്നുണ്ട്, കൊള്ളാവോ എങ്ങനെയാണെന്നൊക്കെ. പിന്നെ എന്തോന്ന് മക്കളെ, മൺപാത്രത്തിൽ എന്തോ ചെയ്യണം, ചോറുണ്ടാക്കണോ? അമ്മ പറഞ്ഞു തരാം, നിനക്ക് ചെയ്യാൻ പറ്റുമോ? തീ കത്തിക്കണം ഉറപ്പായിട്ടും. അപ്പോൾ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തോയേ. കുഞ്ഞു സപ്പോർട്ടിനുണ്ടാ? ഈ പറയുന്നത് നമ്മൾ ഇന്നലെ തൂക്കം കാണാൻ പോയില്ല, ആ സമയത്ത് ഇവർക്ക് വേണ്ടിയിട്ട് മോക്ക് വേണ്ടിയിട്ട് ഈ ടോയ് ചട്ടിയുടെ നമ്മുടെ ഈ മണ്ണിൻ്റെ കുഞ്ഞു പാത്രമില്ല അതൊക്കെ വാങ്ങിച്ച് അതുമായിട്ട് കളിക്കാമോ എന്ന് ചോദിച്ചു. ഇതിന് മുൻപേ ഞങ്ങൾ പിള്ളേരുടെ ഒപ്പം ഞാനായിരുന്നു കളിച്ചിട്ടുണ്ട് കേട്ടോ, തീയൊക്കെ കത്തിച്ച്. അങ്ങനെ അപ്പം അവരുടെ ഒരു ആഗ്രഹമല്ലേ. ഹസ്ബൻഡ് ആ സമയത്ത് ഉറങ്ങി എണീച്ചിട്ട് ക്രിക്കറ്റ് കളിക്കാൻ പോയി കേട്ടോ. പുള്ളിക്കാരന് ഭയങ്കര വീക്ക്നെസ്സാണ്, ഹരമാണ് ക്രിക്കറ്റ്.
അങ്ങനെ പുള്ളിക്കാരൻ പോയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, പിള്ളേരുടെ ഒപ്പം കളിക്കാനായിട്ട് നിന്നിട്ടാ. നമുക്കതൊന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ ഒരു അരമണിക്കൂറോളം ഞാൻ അവിടെ ഇരുന്ന് തീ കത്തിച്ച് ഒരു പരുവായിട്ടാ. ആ അടുപ്പിന് എന്തോ ഒരു ഇതുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്ത് കത്തിയില്ല. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് നോക്കിയപ്പോൾ വെള്ളത്തിന് ഒരു ചെറിയ ചൂട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ഇനിയും അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എന്തായാലും എല്ലാം ഫ്ലോപ്പാകും. അങ്ങനെ ഹസ്ബൻഡ് വരാൻ സമയമായതുകൊണ്ട് എല്ലാം പെട്ടെന്ന് തന്നെ നീറ്റാക്കിയേ. പിന്നെ അത് കഴിഞ്ഞ് ഹസ്ബൻഡ് വന്ന് ഞങ്ങളെ ചേച്ചിയുടെ വീട്ടിലോട്ട് പോകാനായിട്ട് റെഡി ആയിട്ടോ. അങ്ങനെ പിള്ളേർക്ക് ഇന്ന് വാങ്ങിച്ച ഡ്രസ്സാണ് ഇട്ടത്. അപ്പോൾ അതിട്ടിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും ചാടി മറിഞ്ഞ്. ഇതാണ് അവർ ഞങ്ങൾക്ക് 225 തന്ന ഡ്രസ്സ് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ല. 325 പറഞ്ഞത്. അതിന് 100 രൂപ കുറച്ചിട്ടായിരുന്നു അവർ ഞങ്ങൾക്ക് തന്നത്. പിള്ളേർ പുതിയ ഡ്രസ്സ് ഇട്ടതിൻ്റെ സന്തോഷത്തിൽ തുള്ളിയും മറിഞ്ഞും ചാടിയൊക്കെ കളിക്കുന്നുണ്ട്. അങ്ങനെ ഞാനും ഇതേ സിമ്പിളായിട്ടൊന്ന് റെഡി ആയിട്ടാണ് പെട്ടെന്ന് പോയിട്ട് വരാനായിട്ട്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, തുടർന്നുള്ള വീഡിയോസ് കാണണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.